ഓണപ്പടങ്ങളുടെ തിരക്കാണ്. ഓണപ്പടങ്ങളുടെ തിരക്കത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി വന്നിരിക്കുന്നത് സിനിമാക്കാരുടെ വിശ്വരൂപം എന്നുള്ള ചിത്രമാണ്. അത് സംവിധാനം പലരുണ്ട്, അത് നടിക്കുന്നവരെല്ലാം പവർ ഗ്രൂപ്പിൽപ്പെട്ട നടന്മാരുണ്ട്, എല്ലാരും ഉണ്ട്. ഇത് റിലീസാക്കിയിരിക്കുന്നത് ഹൈക്കോടതിയാണ്. അതുപോലെ തന്നെ ഇത് ഇപ്പോ ആദ്യം റിലീസ് ചെയ്യുന്നത് 7 അംഗ പോലീസ് കമ്മിറ്റിക്ക് മുമ്പാണ്. അതായത് ഈ 3 വർഷം, 4 വർഷം മുമ്പ് ഹേമ കമ്മിറ്റി നടത്തിയ അന്വേഷണത്തിന്റെ ഫലമായി ലഭിച്ച വിവരങ്ങൾ, അതിന്റെ തെളിവുകൾ എല്ലാം തന്നെ, മെസ്സേജുകൾ, നഗ്ന ചിത്രങ്ങൾ ആവശ്യപ്പെട്ടും നഗ്ന ചിത്രങ്ങൾ അയച്ചും മറ്റും ഉണ്ടാക്കിയ തെളിവുകൾ, ഇതെല്ലാം തന്നെ ഈ 7 അംഗ സംഘത്തിന് കൈമാറാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കോടതി ഒരു തീരുമാനം കൂടി പറഞ്ഞിട്ടുണ്ട്. 7 അംഗ സംഘത്തിന് മാത്രമേ കൈമാറാവൂ, ഇതിലെ വിവരങ്ങളൊന്നും മാധ്യമങ്ങൾക്ക് ഈ 7 അംഗ സംഘം കൊടുക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. എന്ത് വാങ്ങിക്കോട്ടെ, ഇപ്പൊ സ്ത്രീകൾക്കൊരു നീതി കിട്ടിയ പ്രതീതി നമുക്കുണ്ടാവുന്നു. വളരെ രൂക്ഷമായ രീതിയിൽ ഈ കോടതിയുടെ ഈ 2 അംഗ ബെഞ്ച് തന്നെ ഗവൺമെന്റിനെ വിമർശിച്ചു. 4 വർഷം മുമ്പ് ഗവൺമെന്റിന്റെ കയ്യിൽ 3 അംഗ സമിതി കൊടുത്ത റിപ്പോർട്ട് എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ പൂഴ്ത്തിവെച്ചു? അതിന്റെ പുറത്ത് എന്തുകൊണ്ട് നിഷ്ക്രിയമായി അടയിരുന്നു, ഉറക്കം തൂങ്ങിയിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഗവൺമെന്റിന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി. ധാർമ്മികതയുള്ള ഒരു ഗവൺമെന്റ് ആണെങ്കിൽ രാജിവെക്കേണ്ട കാര്യം തന്നെ. പിന്നെ ഈ രാഷ്ട്രീയ ധാർമ്മികത, അതുപോലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്നൊക്കെ പറയുന്ന എന്നേ നഷ്ടപ്പെട്ട ഈ സത്യാനന്തര കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. അത്ര ഗുരുതരമായ പിഴവാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. നമ്പർ 1 സംസ്ഥാനം എന്ന് പറയുന്ന ഈ സംസ്ഥാനം. എന്ന് മാത്രമല്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്താണ് പറഞ്ഞത്, മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത്, ഇതിലെ FIR ഇടാൻ വകുപ്പില്ല. അതിന് നേരെ ഘടകവിരുദ്ധമായിട്ടല്ലേ FIR ഇടേണ്ട സ്ഥലങ്ങളിൽ അത് ഇട്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് ഈ FIR ഇടാൻ വേണ്ടിയിട്ട് ഒരു കാര്യമില്ല. പോലീസിന് വേണമെങ്കിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ, ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് കൊടുക്കാമായിരുന്നു ഗവൺമെന്റിന് നേരത്തെ. ഇത് പോലീസ് ഇവരെ വിളിച്ചു ചോദ്യം ചെയ്തിട്ട് അതിന് കേസിന് ആവശ്യമായിട്ടുള്ള വസ്തുതകൾ ഉണ്ടെന്ന് ബോധ്യമായാൽ, തീർച്ചയായിട്ടും പ്രഥമ ദൃഷ്ട്യാ കേസുണ്ടെന്ന് ബോധ്യമായാൽ FIR ഇടുന്നതിന് തടസ്സമില്ല. ആരെ രക്ഷിക്കാനായിരുന്നു എന്നിപ്പോ വ്യക്തമായല്ലോ. മുകേഷ് അപ്പീൽ പോയി. പ്രിൻസിപ്പൽ സെഷൻ കോടതി ജഡ്ജ് ഹണി കുര്യാക്കോസ് ഉപാധികളോട് ജാമ്യം അനുവദിച്ചു. അത് കഴിഞ്ഞ് 7 അംഗ പോലീസ് സംഘം ഈ ജാമ്യം അനുവദിക്കൽ തെളിവുകൾ നശിപ്പിക്കാൻ ഇടയാക്കും, അതുപോലെ തന്നെ ഇതിന്റെ ഇരകളെ ഭീഷണിപ്പെടുത്താനും ഇടയാക്കും എന്ന് കരുതി അവർ അപ്പീലുമായിട്ട് ഹൈക്കോടതിയിലേക്ക് പോയപ്പോ പുറകിൽ നിന്ന് വിളിച്ചു ഗവൺമെന്റ്, നിങ്ങൾ അങ്ങനെ പോകണ്ട, നിങ്ങൾ പിൻവലിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ അപ്പീലിന് പോയില്ല. അങ്ങനെ മുകേഷ് ഇപ്പൊ അങ്ങനെ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുക. മുകേഷ് മാത്രമല്ല, പലർക്കും അങ്ങനെ ജാമ്യം അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. മുൻ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷൻ, ഇവർക്കെല്ലാം തന്നെ രഞ്ജിത്ത്, ഇവർക്കെല്ലാം തന്നെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ മുൻകൂർ ജാമ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക. ജാമ്യത്തിൽ ഇറങ്ങി നടക്കുകയാണ് നമ്മുടെ മഹാനടന്മാരും മഹാസംവിധായകരും ബുദ്ധിജീവികളും ഇടതുപക്ഷ സഹചാരികളും ഒക്കെ. ഇവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഈ 4 വർഷക്കാലം ഇതിനുമേൽ ഗവൺമെന്റ് അടയിരുന്നത് എന്ന് വ്യക്തം. എന്ന് മാത്രമല്ല, ഈ നടീനടന്മാരും മഹാനടന്മാരും എല്ലാം വിചാരിച്ചത് തങ്ങൾക്ക് ഇതിനെല്ലാം അവകാശമുള്ളതാണ്, ഗവൺമെന്റ് തങ്ങളെ സംരക്ഷിച്ചോളും, കാരണം ബഹുജന മാധ്യമമായ സിനിമയിൽ ഉള്ളതുകൊണ്ട് ജനങ്ങളുടെ എല്ലാം പിന്തുണ ഞങ്ങൾക്ക് കിട്ടും, എല്ലാവരും ഞങ്ങളുടെ പക്ഷമാണ്, അതുകൊണ്ട് ഗവൺമെന്റിന് ഞങ്ങളുടെ പക്ഷം നിൽക്കും എന്നങ്ങ് വിശ്വസിച്ചു പോയി. എന്നിട്ട് തന്നെ കൊല്ലം തുളസി എന്ന് പറയുന്ന ഒരു നടൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത് പരാതികൾ ഉന്നയിച്ചതൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റുകളാണ്, അതുകൊണ്ട് ഇത് വ്യാജമാണ്. അപ്പൊ അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും സീനിയർ ആർട്ടിസ്റ്റുകൾക്കും ഇന്ത്യൻ ശിക്ഷാക്രമം പ്രകാരം 2 തരത്തിലുള്ള നീതി ഉണ്ടെന്നാണ് അദ്ദേഹം ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനില്ല ഇക്കാര്യത്തിൽ. അതുപോലെ മെഗാസ്റ്റാറുകൾ പറയുന്നത് കേട്ടാൽ തോന്നും അവർക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല. അങ്ങനെയല്ല. ഇന്ത്യൻ നീതി വ്യവസ്ഥ എന്ന് പറയുന്നത് അതിന്റെ ആ പ്രതീകം സൂചിക്കുന്നത് പോലെ മുഖം നോക്കാതെ നീതി നടപ്പാക്കാനുള്ള ഒന്നാണ്. അങ്ങനെയാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഇതിലാർക്കും ഈ സ്ത്രീകളെ അപമാനിക്കാനോ അവരുടെ കഥകിനെ ഒന്ന് മുട്ടാനോ ഒന്നും ഒരു വിധത്തിലുള്ള അവകാശവും അധികാരങ്ങളുമില്ല. എന്ന് മാത്രമല്ല, 30 സെക്കൻഡിൽ കൂടുതൽ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് കണ്ണുകളിലേക്ക് നോക്കുകയാണെങ്കിൽ അത് തന്നെ സ്റ്റെയറിംഗ് ആണ്, അത് തന്നെ ശിക്ഷാർഹമായിരിക്കെ. ഈ സ്ത്രീകളോട് ഇവിടെ കാസ്റ്റിംഗ് കൗച്ചുണ്ട്, അവിടെ ഡയറക്ടേഴ്സ് കൗച്ചുണ്ട് എന്നൊക്കെ പറയുക, അവരുടെ കഥകിന് പോയി മുട്ടുക, എന്നിട്ട് പ്രൊഡക്ഷൻ കൺട്രോളറെ കൊണ്ട് അവരെ രാക്കൂട്ടിന് വിളിക്കുക,
ഇതൊക്കെ എത്ര സംസ്കാരരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. സാംസ്കാരിക വകുപ്പിന് മുകളിൽ താഴെ വരുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ടില്ലെങ്കിലും ഒരു വകുപ്പാണ് ഈ സിനിമ വിനോദ വകുപ്പ് എന്ന് പറയുന്നത്. ഇൻഡസ്ട്രി ആയിട്ടില്ല. മോഹൻലാൽ പറഞ്ഞത് തെറ്റാണ്. ഇതൊരു ഇൻഡസ്ട്രി ഞങ്ങൾ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയതാണ്. എവിടെയാണ് ഇദ്ദേഹം കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയത്? അതിന് എത്രയോ മുമ്പ് ഒരു ക്യാമറ പോലും സംഘടിപ്പിക്കാൻ പാടുപെട്ട് മുംബൈയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ട് ഇവിടെ സിനിമയുടെ ഓപ്പറേഷൻ പോലും പലർക്കും അറിയാൻ വയ്യാതിരുന്ന, ക്യാമറയുടെ ഓപ്പറേഷൻ അറിയാൻ വയ്യായിരുന്ന കാലത്ത് ഉണ്ടായതല്ലേ ഈ സിനിമ. എത്ര കഷ്ടപ്പെട്ടാണ് അവരൊക്കെ ഈ സിനിമ പടത്തത്. ലാഭമൊന്നും കിട്ടാതെ, അതിന്റെ ഗ്ലാമർ ഒന്നും ഇല്ലാതെ. റോസി എന്ന നടി അവര് അനുഭവിച്ച അത് സിനിമയേക്കാൾ ഭീകരമായിട്ടുള്ള, അത് പിന്നെ സിനിമയായിട്ട് വരികയും ചെയ്തല്ലോ, സെല്ലുലോയിഡ് എന്നുള്ള പേര്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കഷ്ടപ്പെട്ട് പടുത്തുയർത്തിയതാണ് ഈ സിനിമ എന്ന് പറയുന്ന ഭീര്. അല്ലാതെ ഇന്നലെ ഇങ്ങോട്ട് വന്ന് മഹാനടന്മാരായവര് ജനങ്ങൾ തങ്ങളെ ആരാധിക്കുന്നത് കൊണ്ട് തങ്ങളുടേതാണിത് എന്ന് വിചാരിക്കുന്നത് ഒരുതരം കൂപമണ്ടൂക ബുദ്ധി എന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ആ മഹാനടന്മാരുടെ പവർ ഗ്രൂപ്പ് ഉണ്ട്, അത് നിഷേധിക്കുന്ന ഈ പവർ ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാർ തന്നെയുള്ളൂ. അതുകൊണ്ട് ഈ കാരവനിൽ പോലും മാനഭംഗങ്ങൾ നേരിടുന്ന ഒരവസ്ഥയിലാണ് സ്ത്രീകളെന്ന് മഹാനടിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ജൂനിയർ ആർട്ടിസ്റ്റുകളല്ല. അപ്പൊ പല വിധത്തിലുള്ള ചൂഷണം, അതുപോലെ തന്നെ മയക്കുമരുന്ന്, അതുപോലെ മദ്യം, ഇതൊക്കെ കഴിച്ചുകൊണ്ട് സിനിമാ സെറ്റുകളിൽ സ്ത്രീകളോട് ഇടപഴകുക എന്തൊരു അപമര്യാദയാണ്. നമ്മുടെ നാടിന്റെ ഈ സംസ്കാരത്തിന് ചേർന്നതാണോ ഇത്? നവോത്ഥാന സംസ്കാരത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീ പ്രവേശനം എന്ന് പറഞ്ഞാണല്ലോ സ്ത്രീകളെ രക്ഷിക്കാൻ വേണ്ടി എന്നുള്ള മട്ടിൽ ഉടനെ പോലീസിനെ വിട്ടുകൊണ്ട് ശബരിമല സന്നിധാനത്തേക്ക് സ്ത്രീകളെ വിടാൻ വേണ്ടിയിട്ട് പോലീസ് വേഷം കെട്ടിച്ച് അയച്ച മുഖ്യമന്ത്രിയുള്ള സംസ്ഥാനമാണല്ലോ. ഈ 4 വർഷമായിട്ട് സ്ത്രീകൾ ഇങ്ങനെ സിനിമയിൽ അപമാനിക്കപ്പെടുന്നു എന്നറിഞ്ഞിട്ട് എന്തേ ഒരു വാക്ക് പോലും മിണ്ടാതെ മൗനിയായിട്ടിരുന്നു അദ്ദേഹം, മുനിയെ പോലിരുന്നു. എന്നിട്ടിപ്പോ കോടതി പറയുമ്പോഴും അദ്ദേഹത്തിന് അനക്കമൊന്നുമില്ല. എന്താണ് ഇത്രയും നാളിത് സ്ത്രീകളോട് ഈ അനീതി എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വേട്ടക്കാരുടെ പക്ഷമായിരുന്നു നിങ്ങൾ നിന്ന് ചേർന്നത്. അപ്പൊ ശബരിമലയിൽ നിങ്ങൾ കാണിച്ചത് സ്ത്രീ നീതി അല്ല, അത് ഒരു ഹിന്ദു വിരുദ്ധത തന്നെയായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ചില ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി വേട്ടക്കാരുടെ പക്ഷം നിന്നു എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് കോടതിയുടെ പറച്ചിലിൽ നിന്ന് നമുക്ക് വ്യംഗ്യമായിട്ട് അതുപോലെ ഭംഗിയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നു. അത് കോടതിയുടെ നിരീക്ഷണത്തിലായതുകൊണ്ട് ഈ 7 അംഗ സംഘം ഇത് പരിശോധിക്കും. വേണ്ട ചികിത്സ കൊടുക്കേണ്ടവർക്ക്, ഞരമ്പ് രോഗത്തിന് വേണ്ട ചികിത്സ കൊടുക്കേണ്ടവർക്ക് അത് കൊടുക്കും. ഈ ഞരമ്പ് രോഗികളുടെ പീഡനങ്ങളിൽ നിന്ന് സിനിമയോട് താല്പര്യമുള്ള കലാകാരികളെ രക്ഷിക്കും. ആ സ്ത്രീ കൂട്ടായ്മയുടെ ആ പോരാട്ടത്തിന്, നീണ്ട പോരാട്ടത്തിന് ഒരു നീതി ലഭിക്കും എന്ന് തന്നെ കരുതാം.